നിങ്ങളൊരു പെറ്റ് പേരലാണ്. നിങ്ങളുടെ പപ്പയ്ക്ക് പാവ വരാനുള്ള മെയിൻ റീസൺ നിങ്ങളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നു. നമ്മളിന്ന് പറയാൻ പോകുന്നത് നിങ്ങൾ കോമൺ ആയിട്ട് ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സിനെ കുറിച്ചാണ്. മിസ്റ്റേക്ക് നമ്പർ 1, അതായത് നിങ്ങൾ പപ്പീനെ വാക്സിൻ എടുക്കാൻ കൊണ്ടുപോകുന്നത് നിങ്ങൾ പ്രിവെൻഷൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾ മെയിൻ ആയിട്ട് ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. നിങ്ങളൊരു എക്സൈറ്റ്മെന്റ് പുറത്ത് ആ വെയിങ് മെഷീനിൽ കൊണ്ട് നിങ്ങളുടെ പപ്പീന്റെ വെയിറ്റ് നോക്കാൻ നോക്കും. ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ആ ഒരു സർഫസിൽ നിന്ന് പാർവോ വൈറസ് അല്ലെങ്കിൽ ഡിസ്റ്റംബർ എന്ന രീതിയിലുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള നല്ല ചാൻസ് എടുക്കുക. നിങ്ങൾ അടുത്തതായി ചെയ്യുന്ന മെയിൻ ആയിട്ടൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ നിങ്ങളുടെ പപ്പീനെ ഫ്രീ ആയിട്ട് ഒരു സ്ട്രെസ് ഫ്രീ ആവാൻ വേണ്ടി നിങ്ങളൊരു മട്ടത്തിന് കഴിക്കുന്നു. അതായത് നിങ്ങളുടെ പപ്പി നിങ്ങൾ ഫ്രീ ആയിട്ട് ആ ഒരു ഹോസ്പിറ്റൽ ഫ്ലോറിൽ വിടുക. ആ ഫ്ലോറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പലതരം വൈറസും കാര്യങ്ങളും വേറെ എന്തെങ്കിലും ഡിസീസ് ഉണ്ടാകാനായിട്ടുള്ള വളരെയധികം ചാൻസ് ഉണ്ട്. ആ കൂട്ടത്തിൽ തന്നെ ഇതൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ മാക്സിമം ചെയ്യേണ്ടത് നിങ്ങളൊരു വാക്സിനേഷൻ എടുക്കാൻ വരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ആ പപ്പിയെ കയ്യിൽ തന്നെ പിടിക്കണം. ഇപ്പൊ നിങ്ങളുടെ ഡോക്ടർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ പപ്പീനെ നിങ്ങൾ വാക്സിനേഷൻ എടുക്കുന്നുണ്ട് മാക്സിമം നിങ്ങൾ വരുന്ന വെഹിക്കിളിൽ വെച്ച് തന്നെ എടുക്കാം. പിന്നെ അല്ലാതെ തന്നെ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏർലി മോർണിംഗ് വന്ന് നിങ്ങൾ പപ്പീന്റെ വാക്സിനേഷൻ എടുക്കാന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് ആരും വലിയ വലിയ കേസോ കാര്യങ്ങളോ ഒന്നും അറ്റൻഡ് ചെയ്ത് നിൽക്കുമായിരിക്കത്തില്ല. അപ്പൊ ഡോക്ടേഴ്സ് വഴി പകരുന്ന അസുഖങ്ങൾ നിങ്ങൾക്ക് കുറക്കാം. മിസ്റ്റേക്ക് നമ്പർ 2, നിങ്ങൾ പുറത്ത് പോയിട്ട് വരുമ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഷൂസ് അല്ലെങ്കിൽ സ്ലിപ്പേഴ്സ് നിങ്ങളുടെ പെറ്റ്സിനെ ക്ലീൻ ചെയ്യുന്നത് വെക്കാതിരിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പപ്പീസിനെ വാക്സിനേഷൻ കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ ആയിട്ട് പബ്ലിക് പ്ലേസസ്, ഗ്രൂമിംഗ് സെന്റേഴ്സ് അങ്ങനെ ഡിസീസ് ഒക്കറൻസിന്റെ ചാൻസ് കൂടുതലുള്ള സ്ഥലത്തൊന്നും കൊണ്ടുപോകാതിരിക്കും. നമ്മളോട് കുറെ പേര് ചോദിച്ചൊരു കാര്യമാണ്, അതായത് നമ്മുടെ പപ്പിക്ക് വാക്സിനേഷൻ എടുത്തിട്ട് എന്തുകൊണ്ടാണ് ഡോക്സിനെ പാർവോ വൈറസ് എഫക്ട് ചെയ്യുന്നത്? ഇതിന്റെ റീസൺസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാക്സിനേഷൻ ഒരിക്കലും ഒരു ഇൻസ്റ്റന്റ് പ്രൊട്ടക്ഷൻ തരില്ല. ഇമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഒരു സ്ലോ പ്രോസസ്സാണ്. അല്ലെങ്കിൽ സെക്കൻഡ് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വാക്സിനേഷൻ എടുക്കുന്ന ടൈമിൽ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ പെറ്റ് ഇൻക്യുബേഷൻ പീരീഡിലായിരിക്കും. ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ വൈറസ് ബോഡിയിൽ കയറി കഴിഞ്ഞ് സിംറ്റംസ് ഡെവലപ്പ് ചെയ്യുന്ന വരെ ഉള്ളൊരു പീരീഡാണ്. അപ്പോൾ ഓൾറെഡി വൈറസ് ബോഡിയിൽ ഉണ്ടെങ്കിൽ വാക്സിൻ എടുത്താലും ആ ഡിസീസ് ഇൻഫെക്ഷൻ ഉണ്ടാവും. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് വരുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ നമുക്ക് പേഴ്സണൽ ആയിട്ടോ മെസ്സേജ് ചോദിച്ചാൽ മതിയോ.